പനിച്ച് വിറച്ച് കേരളം. ആശുപത്രികളിൽ തിരക്കേറുന്നു. ദിനംപ്രതി കേരളത്തിൽ 10,000-കണക്കിന് പേരാണ് പനിക്ക് ചികിത്സ തേടിയെത്തുന്നത്. പകർച്ചപ്പനിയാണ് കൂടുതലെങ്കിലും ചിക്കൻ ഗുനിയയും എലിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയ്ക്കിടയാണ്. മഴക്കാലം തുടങ്ങിയതോടെ കേരളം പനിക്കിടക്കയിലാണ്. മഴ കുറഞ്ഞതോടെ പനിയും കുറഞ്ഞു. വീണ്ടും മഴ കനത്തു. പനിക്കാലവും പൊട്ടിപ്പുറപ്പെട്ടു. ഏതാനും ദിവസങ്ങളിലായി കേരളത്തിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ജലദോഷപ്പനിയും പകർച്ചപ്പനിയുമാണ് കൂടുതലും ഉണ്ടാകുന്നത്. ക്ഷീണവും തളർച്ചയും ചുമയുമായി വരുന്ന പനിയാണ് കൂടുതലും ഉണ്ടാകുന്നത്. ഓരോ സർക്കാർ ആശുപത്രികളിലും 300-നും മേൽ പനി ബാധിതരാണ് ഓരോ ദിവസവും ചികിത്സ തേടുന്നത്. ജൂലൈ അവസാനിക്കുമ്പോഴും പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിനാൽ ഓഗസ്റ്റിന്റെ തുടക്കത്തിലും പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. മഴ ശക്തിയായതോടെ പനിയും ശക്തിയാർജിച്ചിരിക്കുകയാണ്. പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും പല ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പനിയേക്കാൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും പനി ബാധിതരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഡെങ്കി ബാധിതരുടെയും എലിപ്പനി ബാധിതരുടെയും എണ്ണത്തിലും വർധനയുണ്ട്. കാലാവസ്ഥ ഒളിച്ചു കളിക്കുന്നതാണ് പകർച്ചപ്പനി പടർന്നു പിടിക്കാൻ കാരണം. ഒരു വട്ടം വന്നവർക്ക് വീണ്ടും വീണ്ടും പനി വരുന്നതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിട്ടും പനിയെ തളയ്ക്കാൻ കഴിയുന്നില്ല. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.